ഹായ് ഫ്രണ്ട്സ്, ഞാൻ വളരെ ടിഡിയസ് ആണ്, സ്ലോ ആണ്, അറ്റ് ദ സെയിം ടൈം അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും സ്പീഡ് കുറച്ച് ഈ ക്ലാസ് എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നോട്ട് ചെയ്യാനുള്ള സമയം കൂടെ ക്രമീകരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഡിലേ ആയിട്ടാണ് പോകുന്നത്. എൻ്റെ വീഡിയോസ് ടൈം ഒരുപാട് എടുക്കുന്നുണ്ട്. ഒരു വീഡിയോ ഒരു മണിക്കൂറോളം വരുന്ന വീഡിയോ വരെയുണ്ട്. അതായത് അഡ്ജക്റ്റീവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുക്കേണ്ടി വന്നു. അങ്ങനെ ഉള്ളൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ മൊത്തം വീഡിയോ എന്തായാലും കാണാതിരിക്കരുത്. ഇനി നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നൗണും പ്രൊനൗണും അഡ്ജക്റ്റീവിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇത് വിശദമായിട്ട് ഞാൻ ക്ലാസ് എടുത്ത് പോകുന്നത് ഇനി വീണ്ടും ഒരു റിട്ടേൺ ആയിട്ട് പോയിട്ട് മറ്റൊരു വീഡിയോ ഉണ്ടാക്കാൻ ഉള്ള വഴി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് എടുക്കാനുള്ളതാണ് വെർബ്. വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയ, മലയാളത്തിൽ പറഞ്ഞ ക്രിയയാണ്. അപ്പോൾ ഈ വെർബ് എന്താണെന്ന് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. എൻ്റെ നേരത്തെ ഇട്ടിട്ടുള്ള വീഡിയോയിൽ വെർബിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയയാണ്. അതായത് ഒരു സബ്ജക്റ്റ് ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അത് കുറിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ, വേർഡ്സിനെയാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ വെർബ് ഈസ് എ വേർഡ്. വെർബ് ഒരു വേർഡാണ്. വെർബ് ഈസ് എ വേർഡ് used to indicate an action, a stage, a possession, a change of condition and a duty of a subject അല്ലെങ്കിൽ of the subject. അപ്പോൾ verb is a word used to indicate an action, stage, possession, condition, changes and duty of the subject എന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഇനി നമ്മൾക്ക് ഈ വെർബുകളുണ്ട്, ഇതിൻ്റെ രൂപങ്ങളുണ്ട്. അതിന് പറയുന്നത് ടെൻസ് ഓഫ് വെർബ് എന്ന് പറയും. ടെൻസ് ഓഫ് വെർബ് ഒരു ക്രിയ. വെർബ് എന്ന് പറയുന്ന ക്രിയയാണ്. അപ്പോൾ ക്രിയ നടന്ന സമയത്തെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ടെൻസ് എന്ന് പറയുന്നത്. ക്രിയ നടന്ന സമയത്തെ കറക്റ്റായി കുറിക്കുന്നതിന് വേണ്ടിയാണ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇത് ഒരു ക്രിയയുടെ നാല് ഫോംസ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഒന്ന് പ്രസന്റ് ടെൻസ് ആണ്. രണ്ടാമത്തത് പ്രസന്റ് പാർട്ടിസിപ്പിൾ. മൂന്നാമത്തത് പാസ്റ്റ് ടെൻസ് ആൻഡ് പാസ്റ്റ്. നാലാമത്തത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ഒന്നാമത് പ്രസന്റ് ഫോം ഓഫ് ദ വെർബ്, സെക്കൻഡ് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്, മൂന്നാമത്തത് പാസ്റ്റ് ടെൻസ്, നാലാമത്തത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്. ഇങ്ങനെ നാലെണ്ണാണുള്ളത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ക്രിയ എടുക്കുക, റൈറ്റ്, റീഡ്, സിങ്, ഏതെടുത്തു കഴിഞ്ഞാലും അതിന് 4 ഫോംസ് ഉണ്ടാവും. അത് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഒന്നാമത് റൈറ്റ് എന്ന വെർബ് നമ്മൾ എടുക്കാം. ഇത് പോസിറ്റീവ് ഡിഗ്രിയിലുള്ള വെർബാണ്. ഇനി ഇതിൻ്റെ പ്രസന്റ് പാർട്ടിസിപ്പേറ്റ് ഇതിൻ്റെ ഈ പോസിറ്റീവ് രൂപത്തിനോടുകൂടി, ക്രിയയുടെ വെർബിൻ്റെ പോസിറ്റീവ് രൂപത്തിനോടുകൂടി ING ആഡ് ചെയ്യുന്നു. ING. അപ്പോൾ റൈറ്റിംഗ് എന്ന് വരും. അപ്പോൾ റൈറ്റ് പ്ലസ് ING, റൈറ്റിംഗ്. റൈറ്റിൻ്റെ കൂടെ
ING ആഡ് ചെയ്യുമ്പോൾ റൈറ്റിംഗ്, WRITING, റൈറ്റിംഗ് അങ്ങനെ എഴുതിയാണ്. പിന്നെ പാസ്റ്റ് ഫോം ആകുമ്പോൾ റോട്ട് എന്ന് വരുന്നു. റോട്ട്, ഐ റോട്ട് എ ലെറ്റർ, ഞാനൊരു കത്ത് എഴുതി. ആ പാസ്റ്റ് ഫോം ആയതുകൊണ്ട് എഴുതി കഴിഞ്ഞ സംഭവമാണ്. പ്രസന്റ് ആകുമ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ഇത് റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുക എന്നാണ് അർത്ഥം. അത് റൈറ്റിങ്ങിലേക്ക് വരുമ്പോൾ പ്രസന്റ് പാർട്ടിസിപ്പിളിലേക്ക് വരുമ്പോൾ റൈറ്റിംഗ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആകുമ്പോഴോ അതിൻ്റെ റിട്ടൺ എന്ന് വരും. റിട്ടൺ. ഇങ്ങനെയാണ് 4 ഫോംസ്, ഒരു ക്രിയയ്ക്ക് 4 ഫോംസ് ഉള്ളത്. ഇവയൊക്കെയാണ്. ഇനി യൂസ് ഓഫ് വെർബ്സ്. ഇനി വെർബുകളെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? വെർബ് എഗ്രിമെന്റ് എന്ന് പറയും. വെർബ് എഗ്രിമെന്റ് ഓഫ് ദ വെർബ്. എഗ്രിമെന്റ് ഓഫ് ദ വെർബ് എന്ന് പറഞ്ഞാൽ ഈ വെർബുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സബ്ജക്റ്റ് ഹി, ദേ എന്നുള്ള, അല്ലെങ്കിൽ ഐ, ഹി ആൻഡ് ദേ, ഇങ്ങനെയുള്ള 3 സബ്ജക്റ്റ് നമ്മൾ എടുക്കുക. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കർത്താവ്. ഒരു ക്രിയ ചെയ്യുന്ന ആരെയാണോ ക്രിയ ചെയ്യുന്നത്, ഒരു ക്രിയ ചെയ്യുന്നത്, വെർബ് ചെയ്യുന്നത് ആരാണോ അയാളാണ് നൗൺ ഓർ പ്രോനൗൺ, കർത്താവ്. അപ്പോൾ അതൊരാളെ വ്യക്തിയുടെ പേരാവാം, അല്ലെങ്കിൽ പ്രോനൗൺ ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള 3 സബ്ജക്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഈ വെർബുകൾ ഇതിൻ്റെ കൂടെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഐ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പേഴ്സൺസിനെ കുറിച്ച് പഠിച്ചതാണ്. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ് ഐ. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ് ഐ എങ്കിൽ ഈ വെർബും സിംഗുലർ ആയിട്ട് തന്നെ ഉപയോഗിക്കണം. വെർബിൻ്റെ സിംഗുലർ ഫോം തന്നെ ഉപയോഗിക്കണം. അതിന് വെർബിൻ്റെ ഐ, ഇപ്പോൾ റൈറ്റ് ആണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തത്. ഐ റൈറ്റ് എ ലെറ്റർ, ഇങ്ങനെയാണ് വരേണ്ടത്. ഹി ആകുമ്പോൾ ഈ റൈറ്റ് എന്ന പദത്തിനോട്, ഇത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. ഹി എന്ന് പറഞ്ഞാൽ തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. തേർഡ് പേഴ്സൺ സിംഗുലറിൻ്റെ കൂടെ ഒരു ക്രിയ വരുമ്പോൾ, റൈറ്റ് എന്ന ക്രിയ വരുമ്പോൾ ഇതിൻ്റെ കൂടി നമ്മൾ എസ് ചേർക്കേണ്ടത് എന്തായാലും കമ്പൽസറിയാണ്. എങ്കിൽ മാത്രമേ ഇതിൻ്റെ പ്രസന്റ് ഫോം ഓഫ് ദ വെർബ് വരത്തുള്ളൂ. സിംഗുലർ ഫോം ഓഫ് ദ വെർബ് എന്ന് പറയും. അതായത് തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റായി വരുന്ന ഒരു സെൻറ്റൻസിൽ, തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ട് വരുന്ന ഒരു സെൻറ്റൻസിലെ വെർബ് സിംഗുലർ തന്നെ ആയിരിക്കണം. അപ്പോൾ സിംഗുലർ ആവണമെങ്കിൽ എസ് ചേർക്കണം. അത് ഈ സബ്ജക്റ്റിൻ്റെ രൂപത്തെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കണം. അതാണ് എഗ്രിമെന്റ്. അപ്പോൾ ഹി റൈറ്റ്സ് എ ലെറ്റർ, അങ്ങനെ. ഇനി ദേ വരുമ്പോൾ ഇത് തേർഡ് പേഴ്സൺ പ്ലൂറലാണ്. ദേ റൈറ്റ് ലെറ്റേഴ്സ്. അപ്പോൾ ഇതിൻ്റെ പ്ലൂറലായി, ഇത് പ്ലൂറലാണ്, ഇതും പ്ലൂറലാണ്, റൈറ്റും പ്ലൂറലായി വന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു എഗ്രിമെൻ്റ് ഉണ്ട്. അതിനെയാണ് എഗ്രിമെൻ്റ് ഓഫ് വെർബ് എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കണം. നമ്മൾ ഒരു സെൻറ്റൻസ് എഴുതുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഈ എഗ്രിമെൻ്റ് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ യൂസ് ഓഫ് വെർബ് കഴിഞ്ഞു, വെർബിൻ്റെ എഗ്രിമെൻ്റ് ഓഫ് യൂസ് കഴിഞ്ഞു, എഗ്രിമെൻ്റ് ഓഫ് വെർബ് കഴിഞ്ഞു. ഇനി വരുന്നത് ക്ലാസ് ഓഫ് വെർബാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് വെർബ്. ക്ലാസിഫിക്കേഷൻ ഓഫ് വെർബ്. ക്ലാസിഫിക്കേഷൻ ഓഫ് വെർബ്, അതായത് എത്ര തരമുണ്ട്, വെർബ് എത്ര തരമുണ്ട് എന്ന് നമുക്ക് നോക്കാം. വെർബിനെ 4 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് സ്ട്രോങ് വെർബാണ്, സ്ട്രോങ്, വീക്ക് വെർബ്, ട്രാൻസിറ്റീവ് വെർബ്,
ട്രാൻസിറ്റീവ് വെർബ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ്, ഇങ്ങനെ 4ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇൻട്രാൻസിറ്റീവ് വെർബ്. അപ്പോൾ വെർബിനെ സ്ട്രോങ് വെർബെന്നും വീക്ക് വെർബെന്നും ട്രാൻസിറ്റീവ് വെർബെന്നും ഇൻട്രാൻസിറ്റീവ് വെർബെന്നും 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇനി ഇവ എങ്ങനെയാണ് ഈ വെർബിൻ്റെ ഫോംസ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്ട്രോങ് വെർബാണോ, ഒരു വെർബ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് സ്ട്രോങ് വെർബാണോ, വീക്ക് വെർബാണോ, ട്രാൻസിറ്റീവ് വെർബാണോ, ഇൻട്രാൻസിറ്റീവ് വെർബാണോ എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും? ഒന്ന് സ്ട്രോങ് വെർബാണ്. ഈ സ്ട്രോങ് വെർബ് എന്ന് പറയുമ്പോൾ ഒരു വെർബിൻ്റെ ഉള്ളിലെ സ്പെല്ലിംഗ്, അതായത് ലെറ്റേഴ്സ്, അതായത് ആൽഫബറ്റ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും, ഞാൻ ആദ്യം പറഞ്ഞ പോലെ വവൽസ് ലെറ്റർ ഉണ്ടെങ്കിൽ, വവൽസ് ഏതൊക്കെയാണ്? എ ഇ ഐ ഒ യു ഇവ ഉണ്ടെങ്കിൽ അതിന് ഒരു പരിവർത്തനം, ഒരു ചേഞ്ച് വരുത്തി വേറൊരു വേർഡ് ഉണ്ടാകും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ. ആ വേർഡിനെ ഒന്ന് പരിവർത്തനം ചെയ്യും. അതിനെയാണ് സ്ട്രോങ് വെർബ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിന് ഒരു ഉദാഹരണമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിങ് എന്ന ഒരു വെർബ്, ഇതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രസന്റ് പാർട്ടിസിപ്പിൾ ING ഫോം തന്നെയാണ് എല്ലാ വെർബിൻ്റെയും. ING ഫോം ആയിരിക്കും പ്രസന്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിളും പാസ്റ്റ് ഫോമും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഇതിലിപ്പോൾ സിങ് എന്ന വേർഡിൽ ഒരു വവ്വലാണുള്ളത്, ഐ എന്ന അക്ഷരം വവ്വലാണ്. ഇവിടെ ഐ എന്ന അക്ഷരം അത് പാസ്റ്റ് ഫോമിലേക്ക് വരുമ്പോൾ SANG സാങ് എന്നായി മാറുന്നു. അപ്പോൾ ഐ എന്നുള്ളത് പാസ്റ്റ് ഫോമിൽ വന്നപ്പോൾ A ആയി മാറുകയും, ഇനി പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുമ്പോൾ SUNG സങ് എന്നായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ AU ആയിട്ട് രൂപാന്തരം സംഭവിച്ചു. അപ്പോൾ എന്താണ്? ഐ എന്ന വവ്വൽ ആദ്യം A ആയി പരിണമിച്ചു, അതിനുശേഷം U ആയി മാറി. അപ്പോൾ IAU ഇങ്ങനെയുള്ള ഈ 3 വവ്വൽസ് ഇവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നു ഈ 3 രൂപങ്ങൾ ഉണ്ടാക്കാൻ. ഇങ്ങനെ വവ്വൽസ് മാറ്റിയിട്ട് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉണ്ടാക്കുന്നതിനെയാണ് സ്ട്രോങ് വെർബുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്ക് ഏത് വെർബ് കണ്ടാലും അത് ഏത് സ്ട്രോങ് വെർബാണോ, വീക്ക് വെർബാണോ, ട്രാൻസിറ്റീവ് ആണോ, ഇൻട്രാൻസിറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ വീക്ക് വെർബാണ്. വീക്ക് വെർബ് ഉണ്ടാക്കുന്നത് DED ആൻഡ് EN. ഇത്രയും കാര്യങ്ങൾ ഒരു വെർബിനോട് കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമുക്ക് വീക്ക് വെർബ്സ് കിട്ടുന്നത്. അപ്പോൾ അതിന് ഉദാഹരണം കിൽ, റൈറ്റ്. നമ്മൾ നേരത്തെ എടുത്ത് അതേ ഇത് തന്നെ എടുക്കാം. റൈറ്റ്, കിൽ ആൻഡ് റൈറ്റ്. ഈ കില്ലിൻ്റെ പ്രസന്റ് ഫോമാണിത്. ഇനി പാസ്റ്റ് ഫോം എന്താണ് വരിക? കിൽഡ് എന്ന് എഴുതുമ്പോൾ ED കൂട്ടിച്ചേർക്കണം. അതുപോലെ പാസ്റ്റ് പാർട്ടിസിപ്പിളും കിൽഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ED കൂട്ടിച്ചേർത്തു, ഇവിടെ ED കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന പദങ്ങളെയാണ് നമ്മൾ എന്താ പറയുന്നത്? വീക്ക് വെർബ് എന്ന് പറയുന്നത്. ഇനി ഡി ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഹിയർ എന്ന് പറഞ്ഞാൽ കേൾക്കുക. ഇതിന്റെ പാസ്റ്റ് ഫോം എങ്ങനെ ഉണ്ടാക്കുന്നത്? HEARD, ഹേഡ്. HEARD ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതിന്റെ പാസ്റ്റ് ഫോം. പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉണ്ടാക്കുന്നത് ഡി എന്ന അക്ഷരത്തെ ആഡ് ചെയ്തുകൊണ്ടാണ്. ഇനി റൈറ്റ് ആണെങ്കിൽ ഇനി EN എങ്ങനെ EN ഉപയോഗിച്ച് ചെയ്യുന്നത്? റൈറ്റിന്റെ പാസ്റ്റ് ഫോം റോട്ടാണ്. റൈറ്റിന്റെ പാസ്റ്റ് ഫോം റോട്ടാണ്. അതായത് ഐ ഇവിടെ മാറിയിട്ടുണ്ട്, ഇവിടെ O വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് ചാടി പറയരുത് ഇത് ഏതാണെന്ന്, സ്ട്രോങ് വെർബാണെന്ന്. കാരണം ഇവിടെ ഇതാണ് മാറിയിരിക്കുന്നത്. ഇനി ഇതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ റിട്ടൺ. അപ്പൊ ഈ ഒരു EN കൂട്ടിച്ചേർത്തപ്പോൾ
ഈ ഒരു en എന്ന രണ്ട് അക്ഷരങ്ങൾ ഇവിടെ കൂട്ടിച്ചേർത്തപ്പോൾ ഇവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ റൈറ്റ് കിട്ടി നമുക്ക്. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ വീക്ക് വെർബിലാണ് ഇത് ഉൾക്കൊള്ളുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് വീക്ക് വെർബിന്റെ കൂടെ en കൂട്ടിച്ചേർത്തുകൊണ്ട് വീക്ക് വെർബ് ഉണ്ടാക്കുന്നത്. ഒരു വെർബിന്റെ കൂടെ en കൂട്ടിച്ചേർത്തുകൊണ്ട് അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമോ പാസ്റ്റ് ഫോമോ ഉണ്ടാക്കുന്നത് ചില സന്ദർഭങ്ങളിൽ മാത്രമാണ്, വളരെ വിരളമായിട്ടാണ്. അപ്പോൾ അത് നോട്ട് ചെയ്യേണ്ട പോയിന്റാണ്, നോട്ട് ചെയ്യേണ്ടത്. ഇനി അടുത്തത് ട്രാൻസിറ്റീവ് വെർബാണ്. ഈ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ട്രാൻസിറ്റീവ് വെർബിൽ ഒരു സെന്റൻസ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിലൊരു ചോദ്യം ബാക്കിയുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ ഹി വാണ്ട്സ് അല്ലേ, ഇതൊരു ഫുൾ സെന്റൻസ് ആണ്, ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഹി വാണ്ട്സ് ദ മാനേജർ calls the manager calls. ഇതും ഇവിടുത്തെ വെർബുകളാണ്, വാൺസും കാൾസും, വാൺസ് ആൻഡ് കാൾസ്. അപ്പോൾ ഇവിടെ ഈ സെന്റൻസ് ഫുള്ളാണ്. നമ്മൾ നോക്കുമ്പോൾ തോന്നുന്നു മാനേജർ വിളിക്കുന്നുണ്ട്, വിളിച്ചു, മാനേജർ വിളിക്കുന്നു. ഹി വാൺസ്, അത് വേണം, അവൻ ആഗ്രഹിക്കുന്നു. മാനേജർ കാൾസ്, മാനേജർ വിളിക്കുന്നു. ഈ രണ്ട് വേർഡിൻ്റെ ഉള്ളിലൊരു ചോദ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് നമുക്ക് പ്രകടമായിട്ട് കാണാൻ കഴിയില്ല. പക്ഷേ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം എന്താണ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാതെ ഇവിടെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യേണ്ടി വരുമോ, ഒരു ആൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഹി വാണ്ട്സ്, വാട്ട് ഹി വാണ്ട്സ്, വാട്ട് ഡസ് ഹി വാണ്ട്, അങ്ങനെ ചോദിക്കാം. വാട്ട് ഹി വാണ്ട്സ്. അപ്പോൾ ഇവിടെ എന്താണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് എന്നാണ്. ഹി വാണ്ട്സ് വാട്ട്. ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം, ഈ ചോദ്യത്തിൽ വാട്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അതിവിടെ ഇല്ല. അതുകൊണ്ടാണ് ഇതുപോലുള്ള വാചകങ്ങളെ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഹി വാണ്ട്സ് എ പെൻ. അപ്പോൾ വാട്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി, എ പെന്നാണ് വേണ്ടത്, ഒരു പേനയാണ് അദ്ദേഹത്തിന് വേണ്ടത്. അപ്പോൾ അവിടെ വാട്ട് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ലഭിച്ചു. ഇനി ഇവിടെ ദ മാനേജർ കാൾസ്, മാനേജർ വിളിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ബാക്കി കിടക്കുന്നുണ്ട്, ഹും, ആരെയാണ് വിളിക്കുന്നത് മാനേജർ, ഹും. അപ്പോൾ ഈ ഹും എന്നുള്ള ചോദ്യത്തിന് ആൻസർ ചെയ്യുമ്പോൾ ക്ലർക്കിനെയാണ് വിളിക്കുന്നത്, ദി ക്ലർക്ക്. ദ മാനേജർ കാൾസ് ദി ക്ലർക്ക്. പക്ഷേ നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ ദ മാനേജർ കാൾസ് ആ സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ട് തോന്നാം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചിന്തിച്ച് കഴിയുമ്പോൾ ചെറിയൊരു ക്വസ്റ്റ്യൻ ബാക്കി ഉണ്ടാവും. അങ്ങനെയുള്ള സെന്റൻസുകളെ ട്രാൻസിറ്റീവ് വെർബ് എന്നാണ് വിളിക്കുന്നത്, ട്രാൻസിറ്റീവ് വെർബ്. ഇനി ഇൻട്രാൻസിറ്റീവ് വെർബ്. ഇൻട്രാൻസിറ്റീവ് വെർബാണ് ഇനി അടുത്തത്, നാലാമത്തത്. ഇൻട്രാൻസിറ്റീവ്. ഇൻട്രാൻസിറ്റീവ് വെർബിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൽ ഇങ്ങനെയുള്ള സെന്റൻസിൽ ആദ്യം പറഞ്ഞ ട്രാൻസിറ്റീവ് വെർബിലുള്ളത് പോലത്തെ ഒരു ചോദ്യം ബാക്കി വരത്തില്ല, അത് കംപ്ലീറ്റ് ആയിരിക്കും സെന്റൻസ്. ഇനി അതിലൊരു ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ട്രാൻസിറ്റീവ് വെർബിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു, എ പെൻ അല്ലെങ്കിൽ ദ ക്ലർക്ക് എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം
കർമ്മം. വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയയാണ്, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കർമ്മം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് സെൻറ്റൻസ് എടുക്കും എന്ന ചാപ്റ്ററിൽ വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു ചോദ്യം അതിൽ അവശേഷിക്കില്ല. മൂന്നാമതായി അപ്പൊ ഈ രണ്ട് വ്യത്യാസമുള്ള സെന്റൻസുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന വെർബുകളെയാണ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഇനി ഇതിന് ഉദാഹരണം പറഞ്ഞുതരാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ദ ചൈൽഡ് എന്ന് പറയുമ്പോൾ അത് സബ്ജക്റ്റായി, ദി ചൈൽഡ്. ദ ചൈൽഡ് ക്രൈസ് എന്ന് പറയുമ്പോൾ വെർബും ആയി. അപ്പൊ ഇതില് സബ്ജക്റ്റും വെർബും മാത്രമേ ഉള്ളൂ, ഒബ്ജക്റ്റ് ഇല്ല, ഒബ്ജക്റ്റ് കാണാനില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വേർഡിനെയാണ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. അതിന് ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ ദ ബോയ് റൺസ്. ദ ബോയ് റൺസ്, ആൺകുട്ടി ഓടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വേഴ്സിനാണ് അതിൽ ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇതിന്റെ കൂടെ വേണമെങ്കിൽ ഒബ്ജക്റ്റ് നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ദ ബോയ് റൺസ് ഫാസ്റ്റ്, അല്ലേ? ക്വിക്കലി, അല്ലെ? ഫാസ്റ്റ്ലി, ഫാസ്റ്റ്, റൺ ഫാസ്റ്റ്, വെരി ഫാസ്റ്റ്, റൺസ് വെരി ഫാസ്റ്റ്. ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ ഇത് ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതിന് മറ്റു പേരുകളുണ്ട്, അത് പിന്നീടുള്ള ക്ലാസ്സുകളിൽ വിവരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ക്രൈസ് ലൗഡ്ലി, ഉച്ചത്തിൽ കരഞ്ഞു കുട്ടി. അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിൽ ഒബ്ജക്റ്റ് വരും. ഇതിൽ ഒബ്ജക്റ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അവശേഷിക്കാത്ത സെന്റൻസുകളെയാണ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഇനി കോംപ്ലിമെന്റ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് വെർബ് കഴിഞ്ഞു. ഇനി പൂരകങ്ങളാണ്. പൂരകങ്ങൾ എന്ന് പറയുന്നു. പൂരകങ്ങൾ എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്റ്സ് സബ്ജക്റ്റ് കോംപ്ലിമെന്റ്സ് ഉണ്ട്, ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ്സ് ഉണ്ട്. കോംപ്ലിമെന്റ്സ് പൂരകം എന്നാണ് മലയാളത്തിൽ അർത്ഥം വരുന്നത്. അത് ഈ വെർബുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഇനി കോംപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ, കോംപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ verbs ഓഫ് ഇൻകംപ്ലീറ്റ് prediction wants another verbs to complete their meaning. അതാണ്. അപ്പോൾ ഒരു വെർബിന് മറ്റൊരു വെർബിൻ്റെ സഹായം ഇല്ലാതെ പൂർണ്ണമായിട്ട് അർത്ഥം ഉണ്ടാക്കാൻ സാധ്യമല്ല. അങ്ങനെ അർത്ഥം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് കോംപ്ലിമെന്റ്സ്, പൂരകം എന്ന് പറയുന്നത്. ഇനി ഇൻട്രാൻസിറ്റീവ് വെർബിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ഫുൾഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളെ നമുക്ക് എന്ത് പറയാം? ഇൻട്രാൻസിറ്റീവ് വെർബിൽ ഒബ്ജക്റ്റീവ് ഉണ്ടാവില്ല, സബ്ജക്റ്റ് പ്ലസ് വെർബേ ഉണ്ടാവുള്ളൂ. ദ ചൈൽഡ് ക്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചൈൽഡ് എന്നുള്ളത് ദി എന്നുള്ളത് ക്വാളിഫയറായി, പിന്നെ ചൈൽഡ് എന്നുള്ളത് സബ്ജക്റ്റായി, പിന്നെ ക്രൈസ് എന്നുള്ളത് വെർബും ഒരു ക്രിയയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു സെൻറ്റൻസ് പൂർണ്ണമാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് കൂടി വേണം. ഈ ഒബ്ജക്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇവയെ ഇൻട്രാൻസിറ്റീവ് വെർബുകൾ എന്ന് പറയുന്നത്. ഇതുപോലുള്ള ഇൻട്രാൻസിറ്റീവ് വെർബുകളെ വേറൊരു പേരിൽ വിളിക്കപ്പെടുന്നുണ്ട്, വെർബ്സ് ഓഫ് കംപ്ലീറ്റ് പ്രഡിക്ഷൻ എന്ന് വിളിക്കുന്നുണ്ട്. വെർബ്സ് ഓഫ് കംപ്ലീറ്റ് പ്രഡിക്ഷൻ. അപ്പോൾ അതിന് വേറൊരെണ്ണമുണ്ട്, വെർബ്സ് ഓഫ് ഇൻകംപ്ലീറ്റ് പ്രഡിക്ഷൻ, അതിൻ്റെ ഓപ്പോസിറ്റിൽ വരുന്നത്. അതിൽ ആ സെൻറ്റൻസിൽ വെർബുകൾ മൊത്തമായിട്ടും മീനിങ് പ്രഡിക്റ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ വേറൊരു വേർഡ് ഉപയോഗിക്കേണ്ടതായി വരും. ആ ഉപയോഗിക്കുന്ന വേർഡുകളെയാണ് കോംപ്ലിമെന്റ്സ് എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ,
അപ്പോൾ ഇത്രയാണ് വെർബ് എന്ന ചാപ്റ്റർ ഇവിടം കൊണ്ട് തീരുകയാണ്. അടുത്തത് അഡ്ജക്റ്റീവ്സ് ആണ്. അഡ്വർബ്സ്. അടുത്തത് അഡ്വർബ്സ്.